പത്തനംതിട്ട കടമ്പനിട്ടയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. കടമ്പനിട്ട സ്വദേശി ജിനുവിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന ജിനുവിനെ വടിവാൾ കൊണ്ട് വെട്ടി താഴെയിടുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ജിനു ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 5 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശശിനാരായണൻ, എന്താണ് ഈ ആക്രമണത്തിന് കാരണം? എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഇന്നലെ രാത്രിയിലാണ് കടമ്പനിട്ട അന്ത്യാളംകാവിൽ ഇത്തരത്തിൽ 5 അംഗ സംഘം സ്കൂട്ടറിനെ പിന്തുടർന്ന് ജിനുവിനെ വെട്ടി തറയിട്ടത്. എന്തായാലും ക്രൂരമായ ആക്രമണം ഉണ്ടായത്. കാലിലും അതുപോലെ തന്നെ കൈയും വെട്ടി പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ജിനു കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. എന്തായാലും ജിനുവിന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും എന്ത് കാരണമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന്റെ കാരണമെന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിയുള്ളൂ. നിലവിൽ കൊട്ടേഷൻ ആണെന്നാണ് പോലീസിന്റെ ഒരു സംശയമുള്ളത്. നിലവിൽ ഇന്നലെ രാത്രിയിൽ ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഈ സ്കൂട്ടറിനെ പിന്തുടർന്ന് ജിനു പോകുന്ന വഴി ലക്ഷ്യമാക്കിയാണ് കാറ് പിന്തുടർന്നെത്തിയത്. തുടർന്ന് അന്ത്യാളംകാവിൽ വെച്ചാണ് ഇത്തരത്തിൽ വെട്ടി തറയിലിട്ടതിന് ശേഷം കാലിലാണ് ആദ്യം വെട്ടുന്നത്. അതിനുശേഷം കൈക്കും 2 കാലിനും വെട്ടി പരിക്കേൽപ്പിച്ച ശേഷമാണ് ഈ സംഘം പോകുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ജിനു ഒരു കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്, പാർട്ടി പ്രവർത്തകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യങ്ങളോ ഈ കൊട്ടേഷൻ ആക്രമണത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. അത് വിശദമായ പരിശോധന. കൊട്ടേഷൻ ആക്രമണമെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? അക്രമികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും അത്തരത്തിലാണ് പോലീസിന്റെ ഒരു സംശയം. 4 അംഗ സംഘം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി വാഹനത്തെ പത്തനംതിട്ടയിൽ നിന്ന് ജിനു സഞ്ചരിച്ച സ്കൂട്ടറിനെ പിന്തുടർന്നെത്തി കൃത്യമായി ആക്രമിക്കണമെങ്കിൽ അതൊരു കൊട്ടേഷൻ സംഘമായിരിക്കണം എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. അത്തരത്തിലുള്ള ഒരു വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. അതിനുശേഷമായിരിക്കും എന്ത് കാരണത്തിലാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത്, എന്തിനാണ് ജിനുവിനെ വെട്ടി പരിക്കേൽപ്പിക്കാനുള്ള കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് എന്നുള്ള കാര്യം പോലീസ് വ്യക്തമായുള്ളൂ. നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ ജിനു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലാണ്. അവിടെ എത്തി പോലീസ് മൊഴി രേഖപ്പെടുത്തും. ആ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും പിന്നീട് ഈ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയുള്ള അന്വേഷണമാണ് പോലീസ് പ്രധാനമായും നടത്തുന്നത്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺട്രാക്ട് വർക്കുകളുണ്ട്, അതുപോലെ തന്നെ ചില പാർട്ടി പ്രവർത്തനങ്ങളും ഉള്ള ആളാണ്. അതിലുപരി ഈ വക്കീൽ ഓഫീസിൽ ചെറിയ ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഈ ജിനു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇനി ഏത് തരത്തിലാണ് ഈ ജിനുവിനെ ആക്രമിക്കാൻ കാരണം എന്താണെന്നുള്ളതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിൽ ജിനുവിന്റെ മൊഴി നിർണായകമാണ്. ജിനു നൽകുന്ന മൊഴിയായിരിക്കും, അതനുസരിച്ചായിരിക്കും പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. ഇയാൾക്ക് നേരെ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ, ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സമീപത്ത് CCTV ദൃശ്യങ്ങളോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. അത് കാണുമ്പോൾ ഈ പ്രതികളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. ഈ പ്രതികളുമായി നേരത്തെ ജിനുവിന് പരിചയമുണ്ടോ, പരിചയക്കാരാണോ അത് ഇത്തരത്തിൽ വന്ന് ചെയ്തതെന്നുള്ള ആക്രമിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ജിനുവിന്റെ മൊഴിയും ഈ പ്രതികള് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ, അത്തരം ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമേ കൃത്യമായി ആരാണെന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. അതിന് ജിനുവിന്റെ മൊഴി നിർണായകമാണ്. അതിനു വേണ്ടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജിനുവിന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് പോയിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടിയിലെ പ്രവർത്തനം ഉള്ള ആളാണ്. ഒപ്പം ഈ പറഞ്ഞ കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണ് ഇന്നലെ രാത്രിയിലും പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ജിനുവിന്റെ സ്കൂട്ടർ പിന്തുടർന്നാണ് വാഹനം പോകുന്ന കണ്ടുകൊണ്ട് തന്നെയാണ് ഈ 5 അംഗ സംഘം വന്നതിന് ശേഷമാണ് വഴിയിൽ തടഞ്ഞു നിർത്തി വെട്ടി തറയിടുകയായിരുന്നു. കാലിലാണ് വെട്ടുകൊണ്ടത്. ആ വെട്ടിൽ തറയിലിട്ടതിന് ശേഷമാണ് പിന്നീട് കൈക്കും കാലിനും ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം തന്നെ നടത്തിയത്. എന്തായാലും ആ മൊഴി അനുസരിച്ചുള്ള പോലീസ് വിശദമായി അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇത് ഏതെങ്കിലും തരത്തിലുള്ള കൊട്ടേഷൻ ആണോ അല്ല മറ്റെന്തെങ്കിലും വൈരാഗ്യമാണോ, ഇനി ജിനുവും ഈ സംഘവുമായി എന്തെങ്കിലും തരത്തിൽ നേരത്തെ ഏതെങ്കിലും തരത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ വൈരാഗ്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പോലീസിന് അറിയാൻ കഴിയുള്ളൂ. പത്തനംതിട്ട കടമ്പനിട്ടയിലാണ് യുവാവിനെ, സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവിനെ വടിവാൾ കൊണ്ട് വെട്ടിവീഴ്ത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.